ഹായ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഏറെ കാത്തിരിക്കുന്ന നമ്മുടെ മമ്മൂക്കയുടെ ഒരു ചിത്രമാണ് പാട്രിയോട്ട്. ഈ വരുന്ന മെയ് 1 നമ്മുടെ ലോകമെമ്പാടും പല ഭാഷകളിലും ചിത്രത്തിൻ്റെ റിലീസുണ്ട്. അതും കേരളത്തിലെ ഏറ്റവും കൂടുതൽ തിയേറ്ററിലാണ് ഈ ചിത്രത്തിൻ്റെ റിലീസ്. 18 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ മമ്മൂക്ക ലാലേട്ടൻ കോമ്പിനേഷൻ ഒത്തുവരുന്നു എന്നൊരു പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. അതുപോലെ തന്നെ മറ്റു ഒരുപാട് താരങ്ങളുണ്ട്. ഈ സിനിമക്ക് നിങ്ങൾ എന്തിന് ടിക്കറ്റ് എടുക്കണമെന്ന് നിങ്ങളോട് ചോദിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളോട് ചോദിച്ചാൽ ഞാൻ ഒരു മറുപടി പറയുന്നത്, ഈ ചിത്രം മലയാളം കണ്ട ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് എന്ന് കരുതിയിട്ടല്ല. ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. അതുപോലെ തന്നെ ഈ സിനിമ സംസാരിക്കുന്ന വിഷയം അത് നമ്മുടെ നാട്ടിൽ വന്നു പോയിട്ടുള്ളൊരു സംഭവം. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ജനങ്ങളും സ്റ്റുഡൻസും മറ്റും ചീറ്റ് ചെയ്യപ്പെടുന്ന ഇന്നും ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ സിനിമ മിസ്സാക്കാതെ കാണേണ്ടത് നമ്മുടെ ഓരോ ആളുകളെയും ആവശ്യമാണ്, അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ഒരു സ്വൈര്യ ജീവിതത്തിൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ സിനിമക്കകത്ത് പറയുന്നത്. അതെന്താണെന്നുള്ളത് ഞാൻ വളരെ വിവരിക്കുന്നില്ല. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വൃത്തിയിൽ, ക്ലാരിറ്റിയിൽ നമുക്ക് അവർ പറഞ്ഞ് മനസ്സിലാക്കി എന്താണ് എന്നുള്ളത് അത് നമുക്ക് മനസ്സിലാക്കാം. ഏകദേശം എല്ലാവർക്കും അറിയാം ട്രെയിലർ കാണുമ്പോൾ. എന്നാലും അതിൻ്റെ ഒരു ഭീകരത, വളരെ ബുദ്ധിമുട്ടായ അല്ലെങ്കിൽ നമ്മുടെ നാടിന് തന്നെ അതൊരു ദോഷമായ ഒരു സംഭവം തന്നെയാണ് ഈ സിനിമകളുടെ കണ്ടൻറ്റ്. മമ്മൂക്കയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, ഈ സിനിമക്കകത്ത് ഞാനോ ലാലോ ഉള്ളതല്ല ഈ സിനിമയുടെ പ്രത്യേകത, ഇതിൻ്റെ കണ്ടൻ്റാണ് ഈ സിനിമ. അതായത് ഇതിലെ ആ ഒരു തോട്ട് നമ്മൾ എല്ലാവരും ഭയക്കുന്ന അല്ലെങ്കിൽ ഭയക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്ക ലാലേട്ടൻ 18 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ഒന്നിക്കുന്നത്. അതും സുഹൃത്തുക്കളായിട്ടാണ് അവർ വരുന്നത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മടി കൂടുന്ന ഫാൻസിനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വിളിപ്പിക്കുന്ന, കൈയടിപ്പിക്കുന്ന ആ ഒരു രീതിയല്ല. ഫാൻസിനെ കൊണ്ട് കൈയടിപ്പിക്കും, ആഘോഷിപ്പിക്കും എല്ലാം ഉണ്ടെങ്കിലും ഈ സിനിമക്കകത്ത് അവരുടെ ക്യാരക്ടർ അത് അവരുടെ ഈ ഏജിൽ അവരെങ്ങനെയെന്നുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് കാണുന്നത്. അല്ലാതെ ഒരു സിനിമാറ്റിക് ഗിമ്മിക്സ് ഒന്നും കാണിച്ചിട്ടുള്ള അവരെങ്ങനെയാണോ ഇപ്പോൾ ഉള്ളത് ആ രീതിയിൽ തന്നെ. അതും ആ കഥാപാത്രങ്ങൾ അത്രത്തോളം അവർക്ക് പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ കൂടിയാണ്. ഇവർ രണ്ടുപേരും ഒരു എക്സ് മിലിറ്ററിയാണ്, നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും. ലാലേട്ടനാണെങ്കിൽ അദ്ദേഹത്തിന് കാല് നഷ്ടപ്പെട്ടിട്ടുണ്ട്. മിലിറ്ററിയിൽ ഒരു ഒരു യുദ്ധത്തിൽ അദ്ദേഹത്തിന് കാല് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പിന്നെ അതിൽ നിന്നും വിരമിച്ച് നാട്ടിലോട്ട് പോകുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ അത് സിനിമക്കകത്ത് പറയും. മമ്മൂക്കയും ഇതുപോലെ തന്നെ അദ്ദേഹം എക്സ് മിലിറ്ററി ആയിരുന്നു. പിന്നീട് അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ആ ചാനൽ തുടങ്ങിയിട്ട് അദ്ദേഹം അതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഓരോ കണ്ടുപിടുത്തങ്ങളും അദ്ദേഹത്തിൻ്റെ ഓരോ ഫിക്ഷനും ഒരുപാട് അദ്ദേഹത്തിന് അതായത് നമ്മളൊരു പോലീസുകാരൻ അല്ലെങ്കിൽ പട്ടാളക്കാരൻ അല്ലെങ്കിൽ മറ്റൊരു ഉദ്യോഗസ്ഥനായി നിൽക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും തുറന്നു പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് മേഖലകളും. പക്ഷേ ഇങ്ങനെ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് എന്തും ഓപ്പണായിട്ട് നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ വിളിച്ച് പറയാമെന്നുള്ള ഒരു രീതിയൊക്കെ ഉണ്ട്. എന്നാലും എല്ലാത്തിനും ലിമിറ്റേഷൻസ് എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ അദ്ദേഹത്തിന്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ലാലേട്ടൻ്റെ ഒരു സഹായം, അതായത് ഇവർ സുഹൃത്തുക്കളാണ്, പക്ഷേ ഇന്നേ വരെ മമ്മൂക്ക ലാലേട്ടൻ ഒരു സഹായം ഇന്നേ വരെ ചോദിച്ചിട്ടില്ല. പക്ഷേ ഈ സിനിമയിൽ അദ്ദേഹം ഒരു സഹായം ചോദിക്കുന്നു, അതിന് വേണ്ടി അദ്ദേഹം വരുന്നു. പിന്നീട് നടക്കുന്ന ഒരുപാട് സംഭവ ബഹുലമായ കാര്യങ്ങൾ. അതുപോലെ നമ്മുടെ ഫഫ ഇതിൽ വില്ലനായിട്ട് വരുന്നു. വേറെയും ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ നമുക്കിതിൽ സർപ്രൈസുകൾ ഒരുപാട്, അതുപോലെ സസ്പെൻസും ഉണ്ട്. ഇതെല്ലാം നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ പല ആളുകളും പറഞ്ഞത് എല്ലാ സിനിമ ട്രെയിലറിൽ കാണിച്ചാലും പിന്നെ എന്തിനാണ് കാണുന്നത്, അങ്ങനെ ചില 1-2 കമൻറ്റ്സ്. പക്ഷേ അതൊന്നുമല്ല. ഇതിന് ട്രെയിലർ കട്ട് ചെയ്ത് തന്നെ ഈ സിനിമയുടെ സംവിധായകനാണ് മഹേഷ് നായർ. അദ്ദേഹത്തിന് അറിയാം എവിടെ എങ്ങനെയൊക്കെ കാണിക്കണം, നല്ല എല്ലാ അറിവും അദ്ദേഹത്തിനുള്ളവരാണ്. അതിന് ഒരു ഉദാഹരണമാണ് നമ്മുടെ ടേക്ക് ഓഫ് അല്ലെങ്കിൽ മാലിക് എന്ന ചിത്രം. അപ്പോൾ അദ്ദേഹത്തിന് അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ സിനിമ നമുക്ക് ഒരു ആഘോഷം തന്നെ, അതായത് ഒരു പക്കാ മാസ് മസാല ചിത്രമല്ല, ഒരു കൊമേഴ്ഷ്യൽ ഒരു സസ്പെൻസ്
ക്രൈം പൊളിറ്റിക്കൽ ത്രില്ലറായിട്ടാണ് ഈ സിനിമ നമുക്ക് മുമ്പിൽ എത്താൻ പോകുന്നത്. എന്തായാലും മെയ് 1 ലോകമെമ്പാടും റിലീസ്. അതുപോലെ തന്നെ ഇത്തവണ ഒരു പ്രത്യേകത, നമ്മുടെ മമ്മൂക്ക ഫാൻസും ലാലേട്ടൻ ഫാൻസും ഒരുമിച്ച് സംഗമിച്ചിട്ടാണ് ഇതിൻ്റെ ഫാൻ ഷോ പലയിടങ്ങളിൽ നടത്തുന്നത്. ആദ്യം നമ്മുടെ തൃശ്ശൂർ മമ്മൂക്ക ഫാൻസും ലാലേട്ടൻ ഫാൻസും ഒരുമിച്ച് ഫാൻ ഷോ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ നമ്മുടെ പെരിന്തൽമണ്ണയിലും അത് നടക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇനി ഇവർ ഒരുമിച്ചാകുമെന്നാണ് കേട്ടിട്ടുള്ളത്. എന്തായാലും നമുക്കൊരു ഒരു മാറ്റത്തിന് തുടക്കമാവട്ടെ. അവർ സുഹൃത്തുക്കളാണ്, അതുപോലെ ജ്യേഷ്ഠാനുജൻ ബന്ധമാണ്. അതുപോലെ തന്നെ ഈ ഫാൻസും അതുപോലെ തന്നെ ആയി നല്ല രീതിയിൽ ഈ സിനിമ വമ്പൻ വിജയം. അതായത് മലയാളത്തിന് ഇനി ഇങ്ങനത്തെ ഒരു പടം കിട്ടുമോ എന്നറിയില്ല. എന്തായാലും ഈ 2 ബിഗംസ് അഭിനയിക്കുന്ന ഈ ചിത്രം മലയാളത്തിൻ്റെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നാവട്ടെ എന്ന് ആഗ്രഹിക്കാൻ ആശംസിക്കുന്നു. എന്തായാലും എല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്യുക, ഫാൻ ഷോ ടിക്കറ്റ് മാക്സിമം എല്ലാവരും, കാരണം ഇതൊരു ആഘോഷമാണ്, ഇത് എല്ലാ ടൈമിലും കിട്ടുന്ന ഒരു സംഭവമല്ല. എന്തായാലും വെയിറ്റ് ചെയ്യാൻ നമുക്ക് എന്താകും മെയ് 1 നമുക്ക് അവർ ഒരുക്കി വെച്ചിട്ടുള്ളത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണ്, മാക്സിമം നിങ്ങൾ അഭിപ്രായം പറയാം. നെഗറ്റീവുകൾ ഉണ്ടെങ്കിൽ എഴുതുക, കാരണം നിങ്ങളെ അഭിപ്രായങ്ങളാണ് എൻ്റെ വീഡിയോൻ്റെ ഒരു വിജയം. കാരണം നിങ്ങൾ നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞാലും അത് എൻ്റെ വീഡിയോയിൽ വരുന്ന ഫാൾട്ടുകളും നല്ലതാണെന്ന് എനിക്ക് നല്ലോണം ബോധ്യമുള്ള ഒരാളാണ്. അല്ലാതെ നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോയിൽ ഞാൻ നല്ലത് മാത്രം പറഞ്ഞു എന്നല്ല, നിങ്ങൾ പറയുന്നത് ആവും ശരിയെന്ന് എനിക്ക് നല്ലോണം ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ നല്ലതാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും നിങ്ങൾ അഭിപ്രായം പറയുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.